പയ്യന്നൂർ നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് തൊട്ട് പുറകിലാണ് ഇപ്പോൾ പയ്യന്നൂർ വിഷൻ ടീം ഉള്ളത്. ഇതിപ്പം പയ്യന്നൂർ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇവിടെ ഈ വോട്ടെണ്ണൽ ദിവസമായതുകൊണ്ടായിരിക്കണം മിക്കവാറും കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അധികം ഈ ഭാഗത്തുള്ള കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാം അടഞ്ഞെടുക്കുകയാണ്. ആളുകളുടെ സഞ്ചാരവും വളരെ കുറവാണ് ഈ ഭാഗങ്ങളിൽ. ഇതിൻ്റെ തൊട്ടാണ് വലതുവശത്ത് കാണുന്ന പ്രദേശത്താണ് വോട്ടെണ്ണൽ കേന്ദ്രം ഉള്ളത്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് വോട്ടെണ്ണുന്നത്. അപ്പോൾ ഇവിടുന്ന് ലോങ്ങിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത് ഈ ഇവിടെയുള്ള ജനക്കൂട്ടം ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ തടിച്ച് നിൽക്കുന്നുണ്ട്, ആകാംക്ഷയോടെ റിസൾട്ടിനെ കാത്തിരിക്കും. ഒപ്പം തന്നെ ഈ ഭാഗത്തുള്ള കടകളൊക്കെ അടഞ്ഞും കിടക്കുന്നുണ്ട്. പോലീസിൻ്റെ അതിശക്തമായ ഒരു നില, അല്ലെങ്കിൽ അവർ സെക്യൂരിറ്റി ഇവിടെയുണ്ട്. പോളിംഗ് റിസൾട്ട് അല്ലെങ്കിൽ വോട്ടെണ്ണാൻ തുടങ്ങുക എന്നുള്ളത് അറിയിച്ചിരുന്നുവെങ്കിലും 8:30 ആയി, 8:45 പോകുന്നു. എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. എത്രയും വേഗം തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. പുറത്ത് അതിൻ്റെ വിഷ്വൽ ആണ് നമ്മൾ പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ വോട്ടെണ്ണൽ നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് തൊട്ട് പുറകിലുള്ള ചിത്രങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്കായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് ജംഗ്ഷനാണ്. വലതുവശത്ത് കാണുന്നത് ജംഗ്ഷനാണ്. ഇവിടുന്ന് അന്നൂരിലേക്ക് പോകുന്ന പയ്യന്നൂർ അന്നൂർ റോഡിലാണ് ഇപ്പോൾ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ വൈകാതെ തന്നെ വോട്ടെണ്ണൽ തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ നേതാക്കൾ ഇവിടെയുണ്ട്, രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ കൂടെ വന്നിരിക്കുന്ന ആളുകളും റോഡിൻ്റെ ഒരു സൈഡിൽ വളരെ സജ്ജമായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വൈകാതെ തന്നെ റിസൾട്ട് പുറത്ത് വിടും, അല്ലെങ്കിൽ എണ്ണൽ തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അകത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥികളെന്ന് തന്നെ ആകാംക്ഷയോടുകൂടി ആണ് ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ മുന്നിലുള്ളത്. പയ്യന്നൂർ വിഷൻ ഇതിൻ്റെ ഒറിജിനൽ റിസൾട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നതാണ്.